മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് മഹി പെട്ടിയൊക്കെ പാക്ക് ചെയ്യണം കേട്ടോ. മഹിക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെയാണ് കേട്ടോ. കണ്ണനിങ്ങനെ അവിടെ കിടക്കയിലിങ്ങനെ ഇരിക്കുന്നുണ്ട്. കണ്ണനോട് ഇങ്ങനെ മഹി പറയണം, കണ്ണേട്ട തോമസ് വൈദ്യരുടെ അടുത്ത് പോയിട്ട് വരുന്നത് കണ്ണേട്ട ഇങ്ങനെ വീൽ ചെയറിലായിരിക്കില്ല, കണ്ണേട്ട നടന്നിട്ടായിരിക്കും വരുന്നത്. കണ്ണേട്ട അതുപോലെ എൻ്റെ അയ്യപ്പസ്വാമിയാണ്, എല്ലാ എൻ്റെ സ്വപ്നങ്ങളും നടക്കും. കണ്ണേട്ടൻ നടന്ന് വന്ന് വരികയും നമുക്കൊരു കുഞ്ഞുണ്ടാവുകയും നമ്മൾ ഒരുപാട് കാലം സന്തോഷത്തോടു കൂടി ജീവിക്കുകയും എല്ലാം ചെയ്യും കണ്ണേട്ട എന്നിങ്ങനെ കണ്ണനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് തന്നെയാണ് മഹാലക്ഷ്മി ഇങ്ങനെ പെട്ടിയൊക്കെ ഒതുക്കി വെക്കുകയാണ് കേട്ടോ. തുണികളൊക്കെ കൊണ്ടുപോയി എടുത്ത് വയ്ക്കുക. കണ്ണനാണെങ്കിൽ മഹാലക്ഷ്മി ഇങ്ങനെ പറയുന്നതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എടോ, താൻ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് പ്രതീക്ഷ ഇല്ലാതായി കഴിഞ്ഞാൽ താൻ ഒരുപാട് വിഷമിക്കും. തൻ്റെ വിഷമം കാണുമ്പോൾ എനിക്ക് ആകെ മൊത്തം വിഷമമാകും എന്നിങ്ങനെ കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. ഇല്ല കണ്ണേട്ടാ, എനിക്ക് അത്രയ്ക്ക് പ്രതീക്ഷയുണ്ട്. ഈ പോക്കിൽ നമ്മൾ തിരിച്ചു വരുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. കണ്ണേട്ടൻ നടന്നിട്ടായിരിക്കും വരുന്നത്, ഈ വീൽ ചെയർ കളഞ്ഞിട്ടായിരിക്കും കണ്ണൻ വരുന്നത് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. ശരി, തൻ്റെ പ്രതീക്ഷ ഇരിക്കട്ടെ, താൻ പറഞ്ഞത് കാരണമാണല്ലോ ഞാൻ അവിടെ പോയിട്ട് കിടത്തി ചികിത്സിക്കുക എന്ന് പറഞ്ഞ് റെഡി ആയിട്ടിരിക്കുന്നത്. അതുകൊണ്ട് താനിനി പറയുന്നത് ഞാൻ കേട്ടില്ല എന്നുള്ള പഴി എനിക്ക് വേണ്ട. അതുകൊണ്ടാണ് ഞാനിതിനെ റെഡി ആയിരിക്കും. താൻ എന്തായാലും റെഡിയാകുക എന്ന് പറയുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും റെഡിയായിട്ട് താഴേട്ടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ടാകും. ദുർഗയും മഞ്ജുവും ഉണ്ണി എല്ലാവരും നിൽക്കുന്നുണ്ട്. എന്തായാലും ശരി, എൻ്റെ ശല്യം ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവില്ല, ഞാൻ അവിടേക്ക് പോവുകയാണ്. ഇനി നിങ്ങൾ അവിടെയും എന്നെ കൊല്ലാൻ ആരെങ്കിലും ഏർപ്പാടാക്കുകയാണെങ്കിൽ ഏർപ്പാടാക്കി നിന്ന് പറഞ്ഞതിന് ശേഷം പോവുകയാണ്. എന്താ മോനെ നീ ഇങ്ങനെ പറയണത് എന്ന് ദുർഗ ചോദിക്കും. അല്ല, അങ്ങനെയാണല്ലോ പതിവ്, അത് പതിവ് മുടക്കണ്ട, നിങ്ങൾ അത് ചെയ്തോളിൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതേപോലെ ഉണ്ണിയൻ ഒരു താക്കീത് പോലെ പറയുന്നുണ്ട് കണ്ണൻ. അതിനുശേഷം അവർ രണ്ടുപേരും സന്തോഷത്തോട് കൂടിയിട്ട് പോവുകയാണ്. അതേസമയം വാമദേവനോട് ദുർഗ വിളിച്ച് പറയാണ്, ഏട്ടാ അവരിതാ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ്. മേഘനാഥനോട് പറഞ്ഞതിന് ശേഷം വാമദേവനും മേഘനാഥനും കൂടി സംസാരിക്കുകയാണ്. അച്ഛൻ ഇനി പേടിക്കേണ്ട, എന്തായാലും അവരൊന്ന് അവിടെ എത്തിക്കിട്ടട്ടെ, അതിനു മുമ്പ് തന്നെ എൻ്റെ ആൾ അവിടെ എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് ഇനി ആ കാര്യത്തിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് വിഷമിക്കേണ്ട. എന്തായാലും അവൻ വീൽ ചെയറിലല്ലേ പോയത്, അവൻ തിരിച്ച് വീൽ ചെയറിൽ വരില്ല എന്ന് വാമദേവന് മേഘനാഥൻ ഉറപ്പ് കൊടുക്കുകയാണ് കേട്ടോ. പിന്നീട് മഹാലക്ഷ്മിയും കണ്ണനും ഡ്രൈവറും കൂടി പെട്ടിയൊക്കെ ആയിട്ട് തോമസ് വൈദ്യരുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. തോമസ് വൈദ്യരെയൊക്കെ കണ്ടതിന് ശേഷം റൂമിലേക്ക് മാറ്റാൻ പോവുകയാണ്. റൂമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ പോകുമ്പോൾ തന്നെ മേഘനാഥൻ പറഞ്ഞയച്ച ആളും അതേപോലെ തന്നെ വീൽ ചെയറിൽ ഒരാളെ ഉന്തിയിട്ട് വരികയാണ്. രണ്ടുപേരും കൂടി നേരം വരണം കാണുകയാണ്, മുഖത്തോട് മുഖം കാണുകയാണ്. ഇനി അവിടെ കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് മേഘനാഥൻ അയാളെ പറഞ്ഞയച്ചിരിക്കുന്നതല്ലോ. എന്തായാലും ശരി, കണ്ണന് ഒരാപത്തും പറ്റാതെ ആ അയ്യപ്പസ്വാമി കാക്കും. അതുപോലെ കണ്ണൻ മഹാലക്ഷ്മി വിചാരിച്ച പോലെ തന്നെ കണ്ണൻ വീൽ ചെയറിൽ നിന്ന് ഒഴിവാക്കി കണ്ണൻ നടന്നു വരുന്ന കാഴ്ച നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ കാണാൻ പറ്റും.